ഒരു കാര്യം തിരിച്ചറിഞ്ഞ്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റാൻ 1 കൊല്ലം വേണ്ട യേശുവിന്, ചില സെക്കൻഡുകൾ മതി യേശുവിന്. വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. പ്രവർത്തിക്കുവാൻ കർത്താവ് ഇതിനകത്തുണ്ട്. യേശുക്രിസ്തു മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഇവിടെ വായിക്കുകയാ, മരിച്ചവനോട് യേശു പറയുക, ബാല്യക്കാരാ എഴുന്നേൽക്ക. ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു വിലാപയാത്ര 1 സെക്കൻഡ് കൊണ്ട് ഇതുവരെ അവർ കരഞ്ഞുകൊണ്ട് വന്ന സകല വിഷയത്തിനും ഒരു ഉത്തരം ക്രിസ്തുവിൽ നിന്നുണ്ടാകുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നീ കരുതുന്നത് പോലെയല്ല യേശുക്രിസ്തുവിങ്കൽ നിന്നുള്ള വിടുതൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടില്ലേ, 24 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി 3 പേർ ചുമന്നുകൊണ്ടാണ് ഈ ആരാധനാ സ്ഥലത്ത് വന്നത്. എന്നാൽ അവൾ ആരും പിടിക്കാതെ തനിയെ നടന്നുപോയി. അവൾ പറഞ്ഞ കേൾക്കണോ? എന്റെ ജന്മത്തൊരിക്കലും ഇത് മാറുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നാൽ എന്റെ വിലാപത്തെ യേശു 1 സെക്കൻഡ് കൊണ്ട് നൃത്തമാക്കി മാറ്റി. നിശ്ചയമായും ഇന്നൊരു ദൈവിക ഇടപെടൽ ഇതിനകത്തുണ്ടാകും. വിലാപങ്ങൾ യേശു നൃത്തമാക്കി മാറ്റാൻ പോവുക. കർത്താവിനത് ചെയ്യാൻ കഴിയും. വേദപുസ്തക ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഈ ഭാഗത്തിന്റെ ഒടുവിലത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ശവപ്പെട്ടിക്കകത്ത് കിടന്ന ബാല്യക്കാരനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. കൂട്ട നിലവിളി അവിടെ ഉയർന്നു കാണും. ആ നിലവിളിച്ചവരെല്ലാം പറഞ്ഞ ഒരൊറ്റ പദമേ ഉള്ളൂ, യേശുവേ എന്നുള്ളൊരു നിലവിളി അവിടെ ഉയർന്നു. അവിടെ വെച്ച വിലാപയാത്ര വന്ന വഴിയിലേക്ക് തിരിഞ്ഞു. ആയിരങ്ങൾ ആ വിലാപയാത്രകളുണ്ടെങ്കിലും ആ വീടിനകത്ത് ഇപ്പോഴും ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുക. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പം പാടിയ പാട്ടല്ല അങ്ങോട്ട് പോകുമ്പം പാടുന്നേ. ഇങ്ങോട്ട് വിലാപഗാനം പാടി വന്നെങ്കിൽ അങ്ങോട്ട് സന്തോഷത്തിന്റെ ഗാനം പാടിക്കൊണ്ട് പോവുക. ശ്രോതാവെ ശ്രദ്ധിച്ചേ, വിലപിച്ചിങ്ങോട്ട് വന്ന യാത്ര തിരിച്ച നൃത്തത്തോടെ വിലാപം തുടങ്ങിയ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. അതൊരു വലിയ ആരാധനയായിട്ടാ പോകുന്നത്, ഒരാഘോഷമായിട്ടാ പോകുന്നത്. ഇങ്ങോട്ട് വിലാപയാത്ര വരുമ്പോൾ വീട്ടുമുറ്റത്ത് നിന്ന് നെഞ്ചത്ത് കൈയമർത്തി കരഞ്ഞവരെല്ലാം കൈകൊട്ടി പാടിക്കൊണ്ട് ഈ ഘോഷയാത്രയുടെ പുറകെ പോവുക. കാരണം ഇങ്ങോട്ട് വെട്ടിക്കകത്ത് വന്നവൻ അങ്ങോട്ട് ജാഥയുടെ മുൻപിൽ നിൽക്കുക. നാടിളകി, ദേശമിളകി. ദേശമെല്ലാം അമ്പരപ്പോടെ പറയുന്നൊരു വാക്കുണ്ട്, നസ്രയനായ യേശു. അവനാണ് ഈ വിലാപത്തെ നൃത്തമാക്കിയത്. സ്നേഹിത, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. അസാധ്യതകളുടെ പട്ടികൾ നിന്റെ ജീവിതത്തിലുണ്ടോ? അതിനെ സാധ്യമാക്കി തരാൻ എൻ്റെ യേശു ശക്തനായ ദൈവമാണ്. ആ നൃത്തത്തിന്റെ ഘോഷയാത്ര നയീനിലെ വിധവയുടെ വീട്ടിലേക്ക് പോകുകയാണ്. ആ ഗ്രാമം ഇളകി, ആ നാടിളകി. ഇങ്ങോട്ട് വന്നത് വിലാപയാത്രയാ, തിരിച്ചു പോകുന്നത് ഒരു ഘോഷയാത്രയാ. നാട് മുഴുവൻ ഒന്നിച്ചൊറ്റ സ്വരത്തിൽ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചേ, നസ്രയനായ യേശു എന്ന രക്ഷകൻ ഇവിടെ ഉള്ളത് കൊണ്ടാ ആ വിലാപം നൃത്തമായത്. സ്നേഹിത, ഒട്ടനവധി കുടുംബങ്ങളിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട സാഹചര്യം ഒഴിഞ്ഞുപോയത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാണ്. ഒരു കാര്യം തിരിച്ചറിഞ്ഞ്, വിലാപം നൃത്തമാക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്നേഹിത, വിലാപം ചുമന്നുകൊണ്ട് നടന്നത് മതി.
നിശ്ചയമായും ഇന്ന് നിന്റെ വിലാപം എൻ്റെ കർത്താവ് നൃത്തമാക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അടുത്ത ഫ്രൈഡേ പവർ വിഷനിൽ വരുന്ന ജീസസ് വോയിസിന്റെ പ്രോഗ്രാം കാണാൻ ടിവിയുടെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പ് നിന്റെ വിലാപം എൻ്റെ യേശു നൃത്തമാക്കുക മാത്രമല്ല, വീടടക്കം ആനന്ദിക്കാനുള്ള വക എൻ്റെ ദൈവം ഒരുക്കും. ആരോടും തുറന്നു പറയാനൊക്കാത്ത ആ ദുഃഖം, ആരാലും പരിഹാരം തരാൻ കഴിയാത്ത ആ ദുഃഖം, അതിലാണ് യേശു ഇടപെടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ നൃത്തയാത്ര, ആ ഘോഷയാത്ര നയീനിലെ വിധവയുടെ വീട്ടിലെത്തി. കരഞ്ഞവരെല്ലാം അത്ഭുതത്തോട് നോക്കുകയാ. മരിച്ച് അന്ത്യ ചുംബനം കൊടുത്ത് ഇറക്കി വിട്ടവൻ ഇതാ ജാഥയുടെ മുമ്പിൽ നിന്ന് പറയുക, യേശു ജീവിക്കുന്നു. സ്നേഹിത, നിന്റെ ദുഃഖത്തിന് പരിഹാരം തരാൻ എൻ്റെ യേശു നിന്റെ ചാരയുണ്ട്. സ്നേഹിത, ഈ വാക്യത്തിൽ നിന്നും കൂടെ പറയട്ടെ, നിന്റെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരിക്കും, നിന്റെ മകൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരിക്കും, ആർക്കും അഴിക്കാനൊക്കാത്ത കേസ് നിനക്ക് കാണും, നിന്റെ സന്തതിക്ക് ഒരിക്കലും മറുപടി കിട്ടാത്തൊരു വിഷയമായിരിക്കാം. വർഷങ്ങൾ കൊണ്ട് ഈ വിലാപം കടിച്ചമർത്തി ഇനിയും എനിക്ക് അതിൽ നിന്നൊരിക്കലും രക്ഷയില്ലയോ എന്ന് ഒരു ചോദ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ വിലാപം എൻ്റെ യേശു നൃത്തമാക്കി മാറ്റാൻ പോവുക. 2011 നീ നൃത്തം ചെയ്യുന്ന വർഷമാണ്. നിന്നെ നിന്ദിച്ചവർ, നിന്നെ അപമാനിച്ചവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ നോക്കി നിൽക്കെ നിന്റെ വിലാപം എൻ്റെ യേശു നൃത്തമാക്കി മാറ്റും. ആര് മനസ്സിൽ പ്രാർത്ഥിക്കും, എനിക്കെൻ്റെ വിലാപം ഇന്നൊന്ന് നൃത്തമാക്കണം? അങ്ങനെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ വിലാപത്തെ എൻ്റെ യേശു നൃത്തമാക്കാൻ പോവുക. വിലാപം നൃത്തമാകുക എന്ന് പറഞ്ഞാൽ എന്താ? യേശു സ്നേഹിച്ച ബെഥാനിയിലെ ലാസറിന്റെ ചരിത്രം യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുപ്പുണ്ട്. ലാസർ മരിക്കുന്നു. യേശുവിന്റെ പ്രിയനായ ലാസർ എന്ന ബൈബിൾ പറയുന്നു. യേശു സ്നേഹിക്കുന്ന ഭവനം. പക്ഷെ ലാസർ മരിക്കത്തക്ക രോഗം പിടിച്ചിട്ടും യേശുവിനെ വിവരം അറിയിച്ചിട്ടും യേശു അത് മൈൻഡ് ചെയ്തില്ല. ഒരു കാര്യം ഓർത്ത്, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നിനക്കൊരു പ്രശ്നമുണ്ടായിട്ടും ആ പ്രശ്നത്തിൽ യേശു ഇടപെടുന്നില്ലെങ്കിൽ ഓർത്തോണം, നിന്നെ യേശു കൈവിട്ടതല്ല. അതിനകത്ത് നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി യേശുവിന് വെളിപ്പെടുത്താനുണ്ട്. നീ വിശ്വസിക്കാൻ തയ്യാറായിക്കേ. മരിച്ചു, നാറ്റം വെച്ചു, 4-ാം ദിവസം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ യേശു വരിക. സ്നേഹിത, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യന്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ ഒക്കാത്തത് യേശു നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവി കാണുക, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് വിലാപങ്ങൾ ഒഴിഞ്ഞു പോകുക. നീ നൃത്തം ചെയ്യുന്ന ദിവസങ്ങൾ മുമ്പിൽ വരിക. നിന്റെ ചാർച്ചക്കാർ നിന്റെ വീട്ടിലെ നൃത്തത്തെക്കുറിച്ച് കേൾക്കാൻ പോവുക, നിന്റെ ദേശം കേൾക്കാൻ പോവുക. നീ അതിന് തയ്യാറാണെങ്കിൽ ഈ നൃത്തം കർത്താവ് നിനക്ക് തരാൻ തയ്യാറാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിലാപം നൃത്തമാകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ സമയം എനിക്ക് എൻ്റെ വിലാപവും നൃത്തമാകണം, എൻ്റെ വീടിനകത്തൊരു നൃത്തം വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കണ്ണുകളെ അടച്ച് കൈകൾ മാറോട് ചേർത്ത് പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ TV പ്രോഗ്രാമിലൂടെ എൻ്റെ വിലാപം നൃത്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരുടെ കുടുംബത്തിൽ അരങ്ങേറിയ സകല വിലാപങ്ങളെ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ
പ്രാർത്ഥനയിൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി അവരുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബത്തെ തകർക്കുന്ന സകല ശാപങ്ങളും, സകല ദോഷങ്ങളും, സകല അന്ധകാര ശക്തികളും, വിലാപത്തിൻ്റെ സകല മണ്ഡലങ്ങളും യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ജയമെടുക്കുക കർത്താവേ. യേശുവിൻ്റെ കൈ അവരെ തൊട്ടതുകൊണ്ട് സ്തോത്രം. വിലാപത്തിൻ്റെ കയറുകളെ അഴിച്ചെറിഞ്ഞതുകൊണ്ട് സ്തോത്രം. ഒരു നൃത്തമകത്ത് പകരുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആ ബ്രദർ എന്ന് എഴുന്നേക്കാൻ മതി. ആ കണ്ണാടി വെച്ച ബ്രദർ തന്നെ റാംധോ ശിഖാനവ അന്തസ്സി അർത്ഥകട്ടി. സംസാരിക്കുമ്പോൾ നാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഓ ഓ ബാംതി ശിഖി. എന്നാൽ നിന്റെ നാവിനെ ഇന്ന് യേശു തൊടാൻ പോകുന്നു. ബ്രദർ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ഈ സൈഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഒരു തരിപ്പ്. ബ്രദർ ശ്രദ്ധിച്ച്, ബ്രദറിന് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇതെന്തോ ഒരു സ്ട്രോക്കിലോട്ടോ ഒരു അറ്റാക്കിലോട്ടോ പോവുകയാണെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഇല്ലേ? നിശ്ചയമായില്ലേ? തീർച്ചയായിട്ടും. അർത്ഥകസി, നിന്റെ ഹൃദയത്തിലെ ചിന്തകൾ വരെ യേശു അറിയും. ധൈര്യമായി ബ്രദറിന് വാഗൊണ്ട് ചെയ്യാനൊക്കാത്തത് ചെയ്തു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ച ബ്രദർ. യേസ്, ധൈര്യമായി ഹല്ലേലൂയ പറഞ്ഞോ. ബ്രദറിനെ ദൈവം പറയാം, നിന്റെ മുഴുവൻ കർത്താവിന് സൗഖ്യമാക്കാൻ പോവുക. ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടുന്നില്ല, നാക്കിൽ ഒരു കനം തൊടുത്തതായിട്ട് ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടും. ആ തരിപ്പ് പോയി. എത്ര വർഷമായിട്ട് ഇതുണ്ടായിരുന്നു? ഓർമ്മയില്ല, എന്നാലും ന്യായമായിട്ട് ഒത്തിരി വർഷം ഉണ്ടായിരുന്നു. എന്നാലും ഒരു 15 വർഷം മോർ ദാൻ. ഞാൻ ഒരു കൈ ഇത് തൊടുന്നത് കണ്ടോണ്ടാണ് ഇത് പറയുന്നത്. ഞാനൊരു സത്യം പറയാം, നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു രോഗശാന്തിക്കാരനാന്ന് കാണിക്കാനല്ല, എനിക്ക് ഒരു കഴിവില്ലാത്ത ആളാ. പക്ഷെ ഇത് ദൈവം കാണിച്ചു തരിക. ഇത് സംഭവിക്കുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തം നാക്കിന്റെ ബുദ്ധിമുട്ട് പോയല്ലോ. പോയി 100% പോയി. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തെക്കുറിച്ച് ശുശ്രൂഷിച്ച ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ദൈവം നിങ്ങളിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഫോണുകളിലോ ഇമെയിലുകളിലോ പോസ്റ്റൽ അഡ്രസ്സുകളിലോ ഞങ്ങളെ വിവരം അറിയിക്കുക. അടുത്ത ഫ്രൈഡേ ഇതേ സമയം നാം ഒന്നിച്ച് കൂടിക്കാണും വരെ സർവശക്തനായ ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ നിങ്ങളെ കണ്ടു പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യഹോവ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഫ്രൈഡേ വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം. യഹോവയുടെ സകല അനുഗ്രഹവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും വരുമാറാകട്ടെ.